ഹലോ വെൽക്കം ടു മൈ ചാനൽ ലാവൻഡൽസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഗിഫ്റ്റാണ്. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഐവറി ഷീറ്റാണ്. അതിൽ ഞാൻ കുറച്ച് ഈ തുലിപ്സ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്താണ് വരച്ചത്. ഇത് നോക്കുക, ഈ മെഷർമെൻറ്റ് നോക്കാം, ആ രീതിയിൽ തന്നെ വരയ്ക്കുക കേട്ടോ. അറിയത്തില്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇത് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞുതരാം. അപ്പം അതിലൊരു കുഞ്ഞൊരു പീസ് വേറെ കാണിച്ചില്ലായിരുന്നു. ആ പീസ്, ഈ നടുക്കത്തെ പീസ് സെയിം സൈസ് തന്നെയാണ് കേട്ടോ. പക്ഷേ കുറച്ചുകൂടി കുറച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ജസ്റ്റ് അതെല്ലാം കട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ സൈഡുകൾ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാതെ നമുക്ക് ബോക്സ് ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് സൈഡെല്ലാം കട്ട് ചെയ്തു. പിന്നെ നമുക്ക് ആ എഡ്ജസ് മൊത്തവും രണ്ട് സൈഡിൻ്റെ എഡ്ജസ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് റൂൾ ചെയ്തെടുക്കണം. അതായത് നിങ്ങളുടെ കയ്യിൽ തീർന്ന പേനയോ അല്ലെങ്കിൽ ഇതിന് ഷാർപ്പ് എഡ്ജസ് ഉള്ളത് മുറിഞ്ഞു പോരുത്, ആ ഒരു രീതിക്ക് ഇങ്ങനെ വരച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും എഡ്ജസൊക്കെ കിട്ടുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ കിടക്കുന്നുണ്ടോ വെളിയിലോട്ട്, ആ ഒരു സ്ക്വയർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു ബോക്സ് ആക്കി മാറ്റുന്നത്. അതേ കണക്ക് തന്നെ ഈ ഒരു വലിയ പീസ് ചെയ്യുന്നത്, നേരത്തെ നമ്മളൊരു കുഞ്ഞൊരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തില്ലേ, അതും ഇതേ കണക്ക് തന്നെ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അതിൽ കൊടുക്കുക. ഞാനിപ്പോൾ ആൽക്കഹോൾ ഇങ്ക് വെച്ചാണ് കൊടുത്തത്. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല, കാരണം ഭയങ്കര ലോങ്ങായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തറ്റങ്ങളിലെല്ലാം ഇങ്ങനെ ഗ്ലൂ കൊണ്ട് തേക്കുന്നുണ്ട്. കാരണം ഈ ഒരു കുഞ്ഞു ബോക്സ് നമ്മൾ എടുത്ത് വെക്കുന്നില്ലേ, അത് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്, കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് ഭംഗിയാണ്. ജസ്റ്റ് ഇത് അവസാനമാണ് ഇത് നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലവേഴ്സാണോ ആ ഫ്ലവേഴ്സ് എടുക്കുക. ഞാനിപ്പോൾ തുലിപ്സാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏതൊരു കളറാണോ ചേർക്കേണ്ടത് ആ ഒരു കളർ ആഡ് ചെയ്യുക. ഞാനിപ്പം ഈ ഒരു ഇങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പേപ്പർ കോപ്പി എന്ന് പറയുന്നൊരു ആപ്പ് യൂസ് ചെയ്താണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. എന്നിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം സിംഗിളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എഡ്ജ് വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു താഴെ അങ്ങനത്തെ നീളത്തിൽ കുറച്ച് സ്പേസ് ഇട്ടേക്കണം, കാരണം ഇത് നമ്മളവിടെ കുത്തി വെക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് എന്താ ചെയ്യും, അവിടെ കുറച്ച് ആ ഒരു ഇതിൽ കുറച്ച് ഹോൾസ് ഇങ്ങനെ ഇട്ടിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോൾസെല്ലാം നീളത്തിൽ ഒരു വര ഇടുക, ഏതെങ്കിലും മൂർച്ചയുള്ള ഇതുകൊണ്ട് എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് അങ്ങനെ ഇരിക്കാൻ വേണ്ടി ഗ്ലൂ കൊണ്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് ബോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് റിബൺ വല്ലതും ഉണ്ടെങ്കിൽ ബോ ചെയ്ത് വെക്കാവുന്നതാണ്. എൻ്റെ റിബൺ ബ്ലാക്കേ ഉള്ളു, ബ്ലാക്ക് വെച്ചാൽ വലിയ രസം കാണത്തില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പേൾസ് ഉണ്ടായിരുന്നു. ആ പേൾസ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ക്യൂട്ട് ഗിഫ്റ്റ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതേ കണക്ക് ഞാൻ കമൻറ്റിലൊരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പരമാവധി പറ്റുന്നവർ അതിനൊന്ന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെ കണ്ടിരുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്.